ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AJS ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സച്ചിയും ഗോകുലും കൂടി ഇപ്പോൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സച്ചി ഇപ്പോൾ ഗോകുലിനെ കോടതിയിലേക്ക് ആക്കാനാണ് പോകുന്നത്. കാരണം ഗോകുലിൻ്റെ കാറ് ഇപ്പോൾ കംപ്ലൈൻ്റ് ആയി കിടക്കുകയാണ്. അങ്ങനെ അവർ ഓരോന്ന് സംസാരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. ഗോകുലിനെ കണ്ടതും ഗോകുലിനൊരു മൂഡ് ഓഫ് പോലെ തോന്നുന്നുണ്ട് സച്ചിക്ക്. സച്ചി അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മുഖം വല്ലാതിരിക്കുന്നത് എന്ന്. അപ്പോൾ ഗോകുൽ പറയുന്നുണ്ട് ഒന്നുമില്ല എന്ന്. അപ്പോൾ ഉടനെ സച്ചി പറഞ്ഞേ അങ്ങനല്ല, സാറിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. ഉടനെ ഗോകുൽ ഇപ്പോൾ തൻ്റെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അന്ന് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വൈഫിൻ്റെ കാര്യം, അന്നൊരു ആക്സിഡൻറ്റ് നടന്നിരുന്നു. അതിനുശേഷം ഓർമ്മയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്തതാണ്, പക്ഷേ ഒന്നും തന്നെ സക്സസ് ആയില്ല. ഇനി ആയുർവേദം എന്തെങ്കിലും നോക്കണം എന്ന് ഗോകുൽ പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, എങ്കിൽ ഇതിന് പറ്റിയ ബെസ്റ്റ് ഒരു സ്ഥലമുണ്ട്. ആരതി വക്കീലാണ് എൻ്റെ അടുത്ത് ഈ സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞത്. മലമുകളിലുള്ളൊരു ആശ്രമമാണ്. അവിടെ കൊണ്ടുപോയാൽ മാഡത്തിൻ്റെ എല്ലാ അസുഖങ്ങളും മാറും. അവിടെ ഒരു 14 ദിവസത്തെ ചികിത്സ, അതോടുകൂടി എല്ലാ അസുഖങ്ങളും മാറി സാറിൻ്റെ വൈഫിന് മാഡത്തിന് ഓർമ്മ തിരിച്ചു കിട്ടും. അതെനിക്ക് ഉറപ്പുണ്ട് എന്നിങ്ങനെ സച്ചി പറയുന്നു. എങ്കിൽ എന്തായാലും അവിടെ ഒന്ന് കൊണ്ടുപോയിട്ടേ കാര്യമുള്ളൂ. അവിടെ കൊണ്ടുപോകാം എന്ന് സമൃദ്ധി അവിടെ കൊണ്ടുപോകണം എന്ന് തന്നെ തീരുമാനിക്കുകയാണ് ഗോകുൽ. കോടതി എത്താറായല്ലോ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഗോകുൽ ഇപ്പോൾ കുറച്ച് കാശെടുത്ത് സച്ചിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. എന്നാൽ സച്ചി അത് വാങ്ങുന്നില്ല. ഇതൊന്നും തന്ന് എന്നെ ചെറുതാക്കല്ലേ സാറേ എന്നിങ്ങനെ സച്ചി പറയുന്നുണ്ട്. ഉടനെ ഗോകുൽ പറയുന്നു, പെട്രോൾ അടിക്കാതെ എന്തായാലും വണ്ടി ഓടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ഞാൻ പിന്നീട് വാങ്ങിച്ചോളാം എന്ന് സച്ചി പറയുന്നു. എൻ്റെ വണ്ടിയുടെ കാര്യമോ എന്ന് ഗോകുൽ ചോദിക്കുമ്പോൾ അതിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് സച്ചി പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ശേഷം കാണിക്കുന്നത് സമയം രാത്രിയായിട്ടുണ്ട്. ഗോകുൽ ഇപ്പോൾ ഒറ്റയ്ക്ക് പുറത്ത് വന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ സമയം അവിടേക്ക് ശോഭന വരുന്നു. മോനെന്താ ഇവിടെ വന്നിരിക്കുന്നത്, ഉറങ്ങുന്നില്ലേ എന്ന് ശോഭന ചോദിക്കുമ്പോൾ ഗോകുൽ പറയുന്നുണ്ട്, എനിക്ക് അമ്മയുടെ ഒരു കാര്യം പറയാനുണ്ട്. 2 തവണ ഗൗരിമോളുടെ ആഗ്രഹപ്രകാരവും അമ്മയുടെ ആഗ്രഹപ്രകാരവും 2 തവണ ഞാൻ സമൃദ്ധിയുടെ കഴുത്തിൽ താലി കെട്ടാൻ ശ്രമിച്ചതാണ്. സമൃദ്ധി ഇപ്പോൾ എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടു, അവളുടെ ഓർമ്മകൾ വീണ്ടെടുക്കാൻ അവളെ സഹായിക്കണമെന്ന്. പക്ഷേ ദൈവനിയോഗം പോലെ 2 അത് മുടങ്ങിപ്പോയി എന്ന് ഗോകുൽ പറയുമ്പോൾ ശോഭന പറയുന്നുണ്ട്, എന്തിനാ അവളിപ്പോൾ നിന്നെ വിട്ടിട്ട് പോകാനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നെങ്കിലും ഒരിക്കൽ അവളുടെ ഓർമ്മകളെല്ലാം തിരിച്ചു വന്നാലോ? പോകണമെങ്കിൽ അവൾക്ക് പോയിക്കൂടെ അമ്മേ? അമ്മ എന്താ അത് ചിന്തിക്കാത്തത്? എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു, ആക്സിഡൻറ്റിന് മുമ്പുള്ള ഓർമ്മകളെല്ലാം അവൾക്ക് തിരിച്ചു കിട്ടണം. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അവൾ എന്നെ സ്നേഹിക്കണം അമ്മേ എന്ന് ഗോകുൽ പറയുമ്പോൾ ശോഭന ചോദിക്കുന്നുണ്ട്, അതിന് നീ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ ഗോകുൽ പറയുന്നു, ഞാൻ എന്തായാലും അവളെ ഒരു ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അത് കുറച്ച് ദൂരെയാണ്. ഇങ്ങനെയുള്ളവർക്ക് പേര് കേട്ട ഒരു ആശ്രമമുണ്ട്, അവിടേക്കാണ് കൊണ്ടുപോകുന്നത്. അത് കഴിയുമ്പോൾ സമൃദ്ധിക്ക് ഓർമ്മ തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് എന്ന് ഗോകുൽ പറയുമ്പോൾ ശോഭന ചോദിക്കുന്നുണ്ട്, ഓർമ്മ തിരിച്ചു കിട്ടിക്കഴിയുമ്പോൾ അവൾ ഈ വീട്ടിലുണ്ടായില്ലെങ്കിലോ? ഇപ്പോഴുള്ള സമാധാനവും സന്തോഷവും തല്ലിക്കെടുത്തണോ എന്ന് ശോഭന ചോദിക്കുമ്പോൾ ഗോകുൽ പറയുന്നുണ്ട്, ഉണ്ടാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അത് എല്ലാ ഓർമ്മകളോടും കൂടി വേണം. പൂർണ്ണമായ മനസ്സോടെ പരസ്പരം അറിഞ്ഞു മനസ്സിലാക്കി അങ്ങനെ വേണം അവളെന്നെ സ്വീകരിക്കാൻ എന്നൊക്കെ ഗോകുൽ പറയുന്നുണ്ട് ശോഭനയോട്. ശേഷം ഇപ്പോൾ ശോഭന ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ശിശിരയോട് പറഞ്ഞിരിക്കുകയാണ്. അമ്മ എന്താ ഈ പറയുന്നത്, അവൻ എന്താ ബോധമില്ലേ എന്നൊക്കെ ശിശിര ചോദിക്കുന്നുണ്ട്. ഉടനെ ശോഭന പറയുന്നുണ്ട്, 2 തവണ കല്യാണം മുടങ്ങിയതല്ലേ, അവൻ്റെ മനസ്സ് മടുത്ത് കാണും, അതുകൊണ്ട് അവൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ ശോഭന പറയുന്നു. ചികിത്സിക്കാൻ കൊണ്ടുപോയി അവളുടെ ഓർമ്മ തിരിച്ചു കിട്ടിയാൽ ആദ്യം ജയിലിലാകുന്നത് അവനായിരിക്കും, പിന്നെ ഞാനും നീയും ഒക്കെ ജയിലിലാകും. ഓർമ്മ തിരിച്ചു കിട്ടാൻ അവൾ ആദ്യം പോലീസിനെ വിളിക്കും. പോലീസ് വയസ്സുകാലത്ത് ജയിലിൽ കിടക്കാനാണല്ലോ യോഗം എന്നൊക്കെ ശോഭന പറയുമ്പോൾ ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ വരുമെന്ന് ആരറിഞ്ഞു? ഒരു കാര്യം ഞാൻ പറയാം, അവൾക്ക് ഓർമ്മ തിരിച്ച് കിട്ടുന്നത് വരെയുള്ളൂ ഈ കുടുംബത്തിൻ്റെ സമാധാനം. എങ്ങനെയെങ്കിലും അവളെ അവിടെ കൊണ്ടുപോകുന്നത് മുടക്കണം എന്നും ശിശിര പറയുന്നു. ഞാൻ പറഞ്ഞാലൊന്നും അവൻ കേൾക്കില്ല എന്ന് ശോഭന പറയുന്നുണ്ട്. രാജീവിനെ കൊണ്ട് പറയിപ്പിച്ചാലോ എന്ന് ശോഭന ചോദിക്കുമ്പോൾ ശിശിര പറയുന്നുണ്ട്, ഒന്നാമതേ അയാൾക്ക് സംസാരിക്കാൻ കഴിയില്ല. അതുമാത്രമല്ല പഴയതുപോലെയല്ല ഇപ്പോൾ രാജീവേട്ടൻ്റെ സ്വഭാവം. തൽക്കാലം രാജീവേട്ടൻ ഇത് അറിയാതിരിക്കുന്നത് നല്ലത്. പോലീസുകാരൻ്റെ സ്വഭാവം ഇരുതല വാളുപോലെയാണ്. ഈ പ്രതിസന്ധിയിൽ നമ്മളെ സഹായിക്കാൻ ഒരാൾക്കേ കഴിയൂ, അവന്തികയ്ക്ക്. അമ്മ എന്തായാലും അവളെ ഒന്ന് വിളിക്ക്. ഫോണിലൂടെ സംസാരിക്കേണ്ട, നേരിട്ട് ചെന്ന് സംസാരിച്ചാലേ ശരിയാവൂ. ഇത് മുടക്കാൻ അവൾ എന്തെങ്കിലും ബുദ്ധി പറഞ്ഞു തരാതിരിക്കില്ല എന്ന് ശിശിര ഇപ്പോൾ ശോഭനയോട് പറയുന്നുണ്ട്. ശേഷം ഇപ്പോൾ കാണിക്കുന്നത് സന്ദീപിനെയാണ്. സന്ദീപ് ഇപ്പോൾ അവന്തികയെ കാണാനായി അവിടേക്ക് വരുന്നു. മൂർത്തി സന്ദീപിനെ കൊണ്ട് അവന്തികയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. കൈക്ക് എന്ത് പറ്റി എന്നിങ്ങനെ സന്ദീപ് ചോദിക്കുന്നുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന ഫലിച്ചു എന്ന് അവന്തിക പറയുമ്പോൾ ആരുടെ പ്രാർത്ഥനയുടെ കാര്യമായി പറയുന്നതെന്ന് സന്ദീപ് ചോദിക്കുന്നുണ്ട്.
ഞാനൊന്ന് വീണ് കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആരായിരിക്കും എന്ന് അവന്തിക ചോദിക്കുന്നു. എന്തായാലും ഞാൻ ആഗ്രഹിക്കില്ല എന്ന് സന്ദീപ് പറയുന്നു. എൻ്റെ വീഴ്ച കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നത് നിൻ്റെ വീട്ടുകാർ തന്നെയാണ്. ഞാൻ നിന്നെ സഹായിക്കുന്നത് അവർക്കിഷ്ടമല്ലല്ലോ. അതുകൊണ്ട് എനിക്ക് നിന്നോടുള്ള സ്നേഹം ഇല്ലാതാകില്ല. നാശത്തിലേക്ക് വീണുപോയ സ്ഥലത്ത് നിന്ന് നിന്നെ കൈപിടിച്ച് ഞാൻ ഉയർത്തി എന്നോടൊപ്പം നിർത്തി. എൻ്റെ മനസ്സിൽ ശത്രുത ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലായിരുന്നു എന്ന് അവന്തിക പറയുമ്പോൾ സന്ദീപ് പറയുന്നുണ്ട്, അതൊക്കെ എനിക്കറിയാം ഏട്ടതി. അതിൻ്റെ നന്ദിയും കടപ്പാടും എന്നും ഏട്ടതിയോടൊപ്പം കാണും എന്നൊക്കെ സന്ദീപ് പറയുന്നുണ്ട്. നിൻ്റെ വീട്ടുകാരെ ഞാൻ ഒരിക്കലും മനഃപൂർവ്വം ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടില്ല. എൻ്റെ മോളെ എന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് എന്ന് അവന്തിക പറയുന്നുണ്ട്. ചിപ്പിമോളുമായിട്ട് എന്താണ് ഇത്ര അടുപ്പം എന്ന് ഞാൻ പല പ്രാവശ്യം സച്ചിയേട്ടനോട് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ അതിനൊന്ന് കൃത്യമായൊരു മറുപടി ഇതുവരെ തന്നിട്ടില്ല എന്ന് സന്ദീപ് പറയുന്നു. ഞാൻ അവളെ അഡോപ്റ്റ് ചെയ്തതാണ്. പക്ഷേ ഈ ലോകത്ത് സ്വന്തമെന്ന് പറയാൻ എനിക്ക് അവളെ ഉള്ളൂ. അവളെ എന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നത് ആരായാലും അവർക്ക് ഞാൻ തിരിച്ചടി കൊടുക്കും എന്നും അവന്തിക പറയുന്നു. എന്നോട് ചെയ്യുന്നത് തന്നെയാണ് നിന്നോട് അവർ ചെയ്യുന്നത്. നീയൊന്ന് മോളെ കാണാൻ ചെന്നിട്ട് അവരതിന് അനുവദിച്ചില്ലല്ലോ. ഇതൊക്കെ അവരുടെ എല്ലാവരുടെയും കൂടി ബുദ്ധിയാണ് എന്നിങ്ങനെ അവന്തിക പറയുന്നത് കേട്ട് സന്ദീപ് പറയുന്നുണ്ട്, എല്ലാം ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാം ഞാനൊരു പരിധിവരെ ക്ഷമിക്കും. എൻ്റെ സമനില തെറ്റിയാൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്നൊക്കെ സന്ദീപ് പറയുന്നു. ഏട്ടത്തി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. വീണു പോയപ്പോൾ ഒരു കൈ തന്നു എന്നെ നേർവഴി കാണിച്ചത് ഏട്ടത്തിയാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഏട്ടത്തിക്കൊപ്പമേ നിൽക്കൂ. അതെൻ്റെ കടമയാണ് എന്ന് സന്ദീപ് പറയുമ്പോൾ സന്ദീപ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അതെനിക്കൊരു ആശ്വാസമായിരുന്നു എന്ന് അവന്തിക പറയുമ്പോൾ മറ്റാരെ വിശ്വസിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഞാൻ ഏട്ടത്തെ വിശ്വസിക്കും എന്ന് അവന്തിക പറയുന്നുണ്ട്. ഈ ഫയലൊന്ന് നോക്കി വെച്ചാൽ മതി, എനിക്ക് ഓഫീസിൽ കുറച്ച് ജോലിയുണ്ട് എന്ന് സന്ദീപ് പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, നീ വന്നത് കാരണം എൻ്റെ പകുതി ടെൻഷൻ തീർന്നു. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നിന്നെ ഏൽപ്പിച്ചാലോ എന്ന് വിചാരിക്കുകയാണ് ഞാൻ. എനിക്ക് എൻ്റെ മോളുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കണം എന്ന് അവന്തിക പറയുമ്പോൾ ഏട്ടത്തെ ഏൽപ്പിക്കുന്ന എന്ത് ജോലിയും ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് സന്ദീപ് പറയുന്നു. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് സന്ദീപ് ഇപ്പോൾ പോവുകയാണ്. മേഡം ഈ പറഞ്ഞത് സത്യമാണോ എന്ന് മൂർത്തി ഇപ്പോൾ അവന്തികയോട് ചോദിക്കുന്നുണ്ട്. എല്ലാ ബിസിനസ്സും അവനെ ഏൽപ്പിക്കുന്ന കാര്യമാണോ? പ്രാവുകൾക്ക് നമ്മൾ കൊത്തി തിന്നാൻ ധാന്യങ്ങളും അരിമണികളും ഇട്ട് കൊടുക്കാറില്ലേ? ഒരു ദിവസം അവരത് കഴിച്ചിട്ട് വീണ്ടും പ്രതീക്ഷയോടെ നിൽക്കും. അങ്ങനെ കുറച്ച് ദിവസം നമ്മൾ വേണ്ടത് കൊടുത്തിട്ട് അവർ നമ്മളെ പൂർണ്ണമായും വിശ്വസിക്കുന്ന തരത്തിലാക്കും. പക്ഷേ നമ്മൾ വിരിക്കുന്ന വലയിൽ അവർ കുടുങ്ങും, ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത വിധം എന്നൊക്കെ അവന്തിക ഇപ്പോൾ പറയുകയാണ്. ശേഷം ഇപ്പോൾ കാണിക്കുന്നത് ഗോകുലും ആരതിയും കൂടി സംസാരിച്ചിരിക്കുന്നുണ്ട്. അവർ സച്ചിയുടെ കേസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ന്യായം ഏത് ഭാഗത്താണോ അവിടെ ഞാൻ നിൽക്കൂ, അങ്ങനെയൊരു റിപ്പോർട്ട് ഞാൻ സമർപ്പിക്കൂ എന്നും ഇപ്പോൾ ഗോകുൽ പറയുന്നു. അങ്ങനെ ഇപ്പോൾ ആരതി സമൃദ്ധിയുടെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ഉള്ള കാര്യങ്ങളുമൊക്കെ ചോദിക്കുന്നുണ്ട്. ആശ്രമത്തിലെ സ്വാമി എനിക്ക് വേണ്ടപ്പെട്ട ആളാണെന്നും നിങ്ങളവിടേക്ക് ചെല്ലുന്ന കാര്യം പറഞ്ഞേക്കാം, ഒരു കുറവും അവിടെ നിങ്ങൾക്കുണ്ടാവരുത് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചേക്കാമെന്നും ഇപ്പോൾ ആരതി ഗോകുലിനോട് പറയുന്നുണ്ട്. ഈ സമയം സച്ചി പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പത്രം വായിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പോൾ ആരതിയും ഗോകുലും കൂടി പുറത്തേക്ക് വന്ന് സച്ചിയുമായി സംസാരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ആരതിയും സച്ചിയും കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരതിക്ക് ആശ്രമത്തിലേക്കാണ് പോകേണ്ടത്. അവർ ആ കേസിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഗോകുൽ സാർ എന്തായാലും നമ്മുടെ സച്ചിക്ക് അനുകൂലമായ രീതിയിലെ റിപ്പോർട്ട് അവതരിപ്പിക്കൂ എന്ന് ആരതി പറയുമ്പോൾ അതെങ്ങനെ ഉറപ്പിച്ച് പറയാൻ സാധിക്കും വക്കീലെ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. എന്തായാലും കുറേ നാൾ ഞാൻ സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നതല്ലേ, അദ്ദേഹം എങ്ങനെയാണ് റിപ്പോർട്ട് എഴുതുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ആരതി പറയുന്നു. നമ്മളിപ്പോൾ എവിടേക്കാണ് പോകുന്നതെന്ന് എവിടേക്കാണ് പോകേണ്ടത് എന്ന് സച്ചി ചോദിക്കുമ്പോൾ ആരതി പറയുന്നുണ്ട്, ആശ്രമത്തിൽ നിന്നും സ്വാമിജി എന്നെ വിളിച്ചിരുന്നു, പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു. നാളെ അവിടെ ചിത്രപൗർണമി ആഘോഷം തുടങ്ങുകയാണ്, അവിടെ ഞാൻ ഉണ്ടായിരിക്കണമെന്ന് സ്വാമിജി നിർബന്ധം പറഞ്ഞു. എല്ലാ കൊല്ലവും അതിൻ്റെ തലേദിവസം ഞാൻ അവിടെ ഉണ്ടായിരിക്കണമെന്ന് സ്വാമിജിക്ക് നിർബന്ധമാണ്. അങ്ങനെ ഇപ്പോൾ അവിടുത്തെ ആഘോഷങ്ങളെ പറ്റിയുമൊക്കെ കൂടുതൽ കാര്യങ്ങളൊക്കെ ആരതി ഇപ്പോൾ സച്ചിയോട് സംസാരിക്കുന്നുണ്ട്. അവിടുത്തെ ചികിത്സയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. സ്വാമിജി ആരുടെ കയ്യിൽ നിന്നും ചികിത്സയ്ക്കുള്ള പണം വാങ്ങാറില്ല എന്നൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം ഇപ്പോൾ വീണ്ടും അവന്തികയാണ് കാണിക്കുന്നത്. ശോഭന ഇപ്പോൾ അവന്തികയെ കാണാനായി ചെന്നിട്ടുണ്ട്. അപ്പോൾ അവർ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ എന്ന് അവന്തിക ചോദിക്കുന്നു. അങ്ങനെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ശോഭന അവന്തികയോട് പറയുകയാണ്. അവൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും അകത്താകും എന്നും ശോഭന പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ അവന്തിക പറയുന്നുണ്ട്, അപ്പോൾ എല്ലാവരും ഭയക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അവന്തിക. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.